നമസ്കാരം. കെ ഫോണുമായി ബന്ധപ്പെട്ട് താൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തെരുവിൽ കിട്ടാത്ത നീതിക്ക് വേണ്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2019 കൊണ്ടുവന്ന കെ ഫോൺ പദ്ധതിയിൽ അഴിമതിയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോടതിയെക്കുറിച്ച് ഞാൻ പറയില്ല. സാമ്പത്തിക പ്രതിസന്ധിയുള്ള സംസ്ഥാനത്ത് 1500 കോടി മുടക്കി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് 5% ആളുകൾക്ക് പോലും ഗുണം കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കെ ഫോൺ അഴിമതി സംബന്ധിച്ച ഹർജി പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ആണോ എന്ന് കോടതി ചോദിച്ചെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരാതിയുമായി കോടതിയെ സമീപിക്കേണ്ട ആവശ്യം പ്രതിപക്ഷത്തിനില്ല. പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ തെരുവിൽ പറഞ്ഞാലും അതിനൊരു പബ്ലിസിറ്റി ഉണ്ട്. തെരുവിൽ പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് വേണ്ടിയാണ് കോടതിയിൽ പോയത്. കോടതിക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയൊന്നും പറയുന്നില്ല. കേസിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശം കോടതിക്കുണ്ട്. AI ക്യാമറ അഴിമതി സമാനമായ കാലത്ത് നടന്നതാണ്. അത് സംബന്ധിച്ച ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. കെ ഫോൺ 2019 ഉണ്ടായതല്ലേ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. 20 ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പറഞ്ഞ് 7 വർഷമായിട്ടും 5% പോലും നൽകിയിട്ടില്ല. 1000 കോടിയുടെ പദ്ധതി ചെലവ് 1500 കോടിയായി വർദ്ധിപ്പിച്ചതിൽ തന്നെ അഴിമതിയുണ്ട്. CAGയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇത്രയും വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത്. CAG അന്തിമ റിപ്പോർട്ട് ഉടൻ പുറത്തുവരും. പദ്ധതി ഇപ്പോഴും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ കാലതാമസം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ധനപ്രതിസന്ധിയുള്ള കേരളത്തിൽ 1500 കോടിയുടെ പദ്ധതി കൊണ്ടുവന്നിട്ടും 5% പോലും ഗുണം ലഭിച്ചില്ലെന്ന് പറയുന്നത് എന്തോ കുഴപ്പമുണ്ടെന്നതിന്റെ സൂചനയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. AI ക്യാമറയിലേത് പോലുള്ള അഴിമതിയാണ് കെ ഫോണിൽ നടന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട SRIT, പ്രസാഡിയോ കമ്പനികൾ 2 ഇടപാടുകളിലുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയും അഴിമതിയുമാണ് ഈ പദ്ധതികളിൽ നടന്നത്. നിലവിൽ സർക്കാരിനോട് സത്യവാങ്മൂലം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ കേസ് തള്ളിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ അവഗണന ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഇക്കാര്യം 2 ധവളപത്രങ്ങളിലൂടെ പ്രതിപക്ഷം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതിൽ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും യോജിപ്പുണ്ട്. UDF MPമാർ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തിയിട്ടുമുണ്ട്. കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്രത്തിന്റെ അവഗണനയാണെന്ന നരേറ്റീവാണ് CPM സർക്കാർ നടത്തുന്നത്. അതിനോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ല. ധനപ്രതിസന്ധിക്കുള്ള നിരവധി കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് കേന്ദ്ര അവഗണന. ഭരണത്തിലെ കെടുകാര്യസ്ഥിതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട്. GSTക്ക് അനുസൃതമായി നികുതി സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതും നികുതി പിരിവിലെ പരാജയവും IGST പൂളിൽ നിന്നുള്ള വിഹിതം നഷ്ടപ്പെടുത്തുന്ന ധനപ്രതിസന്ധിക്ക് കാരണമാണ്. ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ പോയി ഒന്നിച്ച് സമരം ചെയ്യണമെന്നതാണ് സർക്കാരിന്റെ ആവശ്യം. സമരം എന്നത് രാഷ്ട്രീയ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ UDF ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയോധ്യയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ നടത്തുന്ന തെറ്റായ പ്രചാരണത്തിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ രാമൻ നിൽക്കുന്നത് ഹേറാം എന്ന ചുണ്ടനക്കത്തോടെ ഗാന്ധിജി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലാണെന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് BJP ഹാൻഡിലുകൾ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് BJP നടത്തുന്നത്. അവർ മാത്രമാണ് ഹിന്ദുക്കളെന്നും വിശ്വാസികളെന്നുമാണ് അവകാശപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കിയത് CPMകാരാണ്. വ്യാജ ID കാർഡുമായി ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് DYFകാരാണ്. പത്തനംതിട്ടയിൽ 18 സഹകരണ ബാങ്കുകളാണ് വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് പിടിച്ചെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ഒരു തെളിവുമില്ല. കരുവന്നൂർ ബാങ്കിൽ ED അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അന്വേഷണങ്ങൾ പോലെ കരുവന്നൂരിലെ ED അന്വേഷണം മുട്ടിലിഴുകയാണ്. കരുവന്നൂരിലെയും മാസപ്പടിയിലെയും അന്വേഷണങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് CPMും സംഘപരിവാറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പോലീസ് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയാണ്. കണ്ണൂരിൽ പെൺകുട്ടിയുടെ മുടിയിൽ ചവിട്ടിയാണ് പോലീസ് നിന്നത്. ലാത്തി ഉപയോഗിച്ച് കണ്ണിൽ കുത്തുകയാണ്. ഫോട്ടോഗ്രാഫറുടെ കഴുത്തിൽ പിടിച്ചു മാറ്റിയതുപോലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കഴുത്തിന് പിടിക്കുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസ് കാട്ടുന്നത്. ഞങ്ങളുടെ കുട്ടികളെ നിയമവിരുദ്ധമായി ഉപദ്രവിച്ച ഒരു ഉദ്യോഗസ്ഥനെ വെറുതെ വിടില്ല. നിയമ നടപടികളുമായി അവർക്ക് പിന്നാലെ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസും KSUവും പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് ചൈതന്യം പകരുന്ന സംഘടനകളായി മാറിയിരിക്കുകയാണ്. അതിന് പിണറായി വിജയനോടാണ് നന്ദി പറയുന്നതെന്നും സതീശൻ പറഞ്ഞു.